ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു അക്വേറിയമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുകൊണ്ട് നമ്മളൊരു ഫിഷിനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം കാണിക്കാം. അത് വെച്ച് നമ്മളൊരു അക്വേറിയ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ആദ്യം നമ്മൾ ഇതിൻ്റെ ബോട്ടിലിൻ്റെ അടിഭാഗം ഒന്ന് ഇങ്ങനെ ഒരു ബ്ലേഡ് വെച്ച് നമ്മൾ മുറിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് അതിൻ്റെ അണ്ടർ പാർട്ട് നമ്മൾ കളയുക, മാറ്റി വെച്ചിട്ട് അതുപോലെ നെക്ക് പോർഷനും കൂടെ ചെറുതായിട്ട് കട്ടെടുക്കുക. അവിടെയാണ് നമ്മൾ മീനിൻ്റെ വായ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ വായിൻ്റെ ഭാഗം ഒരു വി ഷേപ്പിൽ ഒരു കത്രി കൊണ്ടോ അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ടോ, കത്രി കൊണ്ടായിരിക്കും സിമ്പിളായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നത്. അതിങ്ങനെ നമ്മൾ കത്രി കൊണ്ട് കട്ട് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഏകദേശം കാണുമ്പോൾ നമുക്കതൊരു വായ പോലെ തോന്നും. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ ഒന്ന് പ്രസ് ചെയ്യുക. ബോട്ടിലിനെ ഞാൻ ഈ കാണിക്കുന്ന പോലെ അവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ രണ്ട് സൈഡിലും ട്രയാങ്കിളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതിൽ ട്രയാങ്കിൾ ഷേപ്പ് പോലെ കാണിക്കും, അവിടെ നമ്മൾ കട്ട് ചെയ്ത് ട്രയാങ്കിൾ അതെ ഞാൻ ഈ കാണിക്കുന്ന പോലെ ട്രയാങ്കിൾ ഷേപ്പായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് മീനിൻ്റെ ഒരു ബാക്കിലത്തെ വാല് പോലെ ഒന്ന് ചിറക് പോലെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് ഷേപ്പ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുക. ഓക്കെ, ഇത് വീഡിയോ ചിലപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് സഹകരിക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലൊരു പിന്ന് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ അടുത്തിരിക്കാൻ വേണ്ടി അവിടെ ഒരു സ്റ്റാപ്ലർ അടിച്ചാലും മതി കേട്ടോ. സ്റ്റാപ്ലർ ഉള്ളവർക്ക് സ്റ്റാപ്ലർ അടിച്ചാൽ മതി. ഞാനിപ്പോൾ അതൊരു കോപ്പറിൻ്റെ ചെറിയൊരു കമ്പി ഇട്ടിട്ട് രണ്ട് ഹോൾസ് ആക്കിയിട്ട് അത് രണ്ടും കൂടെ കെട്ടി യോജിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് അടുത്ത് ഇങ്ങനെ ഇരിക്കും. ഇതുപോലെ നമുക്കൊരു കോപ്പറിൻ്റെ കമ്പി കിട്ടി അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കുക. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇങ്ങനെ അടുത്തിരിക്കും. അപ്പോൾ നമ്മൾ ചിറകൊന്നൊരു വിരിഞ്ഞിരിക്കുകയും ചെയ്യും ബാക്കി ഭാഗം. അപ്പോൾ അതങ്ങനെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് ചിറകിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞതിൻ്റെ ചെയ്തതിൻ്റെ ഒന്ന് വിടർന്ന് ഇങ്ങനെ ഇരിക്കും. ഒന്ന് ജസ്റ്റ് മെഴുകുതിരി വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് വിടർത്തി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എനിക്ക്. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ബ്ലൂ കളറാണ് ഞാൻ ഇതിൽ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു 5ഓളം മീനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 5നും വേറെ വേറെ കളേഴ്സ്, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നുള്ള രീതിയിൽ ഒരു 5 കളേഴ്സ്, ഒരു ബ്ലാക്കും കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ ഒരു അക്രൈലിക് പെയിൻറ്റ് വെച്ചിട്ട് കംപ്ലീറ്റ്ലി അതിനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഒരു കോട്ടും കൂടെ കൊടുക്കണം. ഇത് ഒരു കോട്ട് 2 കോട്ട് കൊടുത്തതിനുള്ള ശേഷമുള്ള ഇതാണ്. അതിന് ശേഷം ഞാൻ ആ കണ്ണിൻ്റെ ഭാഗം ഇത് നമ്മൾ ഇതുപോലെ നമുക്കൊരു ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ഷോപ്പിൽ ഇതുപോലെ ഒരു കണ്ണ് മേടിക്കാൻ കിട്ടും. അതുപോലെ ഈ കണ്ണ് നമ്മൾ ഫെവി ബോണ്ട് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക, ഗ്ലൂ കൊണ്ട് ഒട്ടിക്കാൻ വേണ്ടവർക്ക്. എന്നിട്ട് നമ്മളൊരു ലൈൻസിലൂടെ നമ്മളൊരു ബ്ലാക്ക് വരയാണ് ഇതിനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് വരയും കൂടെ വരുമ്പോൾ ശരിക്കും ഒരു മീനിൻ്റെ ലുക്ക് കിട്ടും, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് വേറെ ഒരു വരയ്ക്കും പോകണ്ട, നമ്മൾ ആ മിനറൽ വാട്ടറിൻ്റെ അതിലുള്ള ആ ഗ്രൂവിൽ കൂടെ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒരു വരയും നമ്മൾ നോക്കണ്ട, അതിലൂടെ നമുക്ക് ജസ്റ്റ് ബ്രഷ് കൊണ്ടൊന്ന് ഓടിച്ച് കൊടുത്താൽ മതി. തെറ്റിപ്പോകത്തില്ല. കുറച്ചൊന്ന് നീങ്ങിപ്പോയാലും കുഴപ്പമില്ല, അതൊക്കെ കാണാൻ ഭംഗിയുണ്ടാവും. കറക്റ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ലാസ്റ്റ് കാണുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ വരും. അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയാലും അത് മീനിൻ്റെ ഡിസൈൻ പോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് അതിനെ പറ്റിയൊന്നും പേടിക്കണ്ട, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ക്രാഫ്റ്റാണിത്. അപ്പോൾ ഞാനിത് എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തതാണ്, ഞാൻ വേറെ എവിടെയൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇതുപോലെ എനിക്ക് കിട്ടുന്ന ഒരു ഐഡിയ തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന വേസ്റ്റ് ബോട്ടിൽസ് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം ഭംഗിയുണ്ടെന്ന്, എത്ര സിമ്പിളായിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇതുപോലെ ഞാൻ വേറെ ഒരെണ്ണം ബ്ലാക്കിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വൈറ്റ് ചെയ്തു. അതുപോലെ യെല്ലോവിന് ബ്ലാക്ക് ലൈൻസാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് നിങ്ങൾക്ക് ചെയ്യാം. അതിനൊരു കളർ കോമ്പിനേഷൻ മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഞാൻ നൂല് കെട്ടി നോക്കി, അത് ഇച്ചിരി പരാജയമായിരുന്നു. അപ്പോൾ അത് പൊളിച്ച് കളഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ അവിടെയും ബ്ലാക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. റെഡൊന്നും കൂടെ ഒരു കോട്ട് കൊടുത്തിട്ട് ബ്ലാക്ക് ലൈൻ, ഒരു ഓറഞ്ചിനും ഒരു ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ്. അപ്പോൾ ഇതാണ് 5 എണ്ണം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഉണങ്ങിയതിന് ശേഷം ലൈൻസ് അടിച്ച് കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒരു അക്വേറിയം പോലത്തെ ഒരു സെറ്റപ്പിലേക്ക് മാറ്റണം. അത് ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ ഫുൾ 5 മെമ്പേഴ്സ് ലാസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള 5 മെമ്പേഴ്സിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിനെ അക്വേറിയം സെറ്റപ്പിലേക്ക് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അതിന് വേണ്ട ഞാനിതിപ്പോൾ ഒരു വുഡൻ പ്ലാങ്കാണ് എടുത്തിരിക്കുന്നത്. ഒരു പ്ലൈവുഡ് ഉള്ളവർക്ക് അത് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഷെൽസ്, ഞാൻ കടപ്പുറത്തൊക്കെ പോകുമ്പം കളക്ട് ചെയ്ത് വെച്ച കുറച്ച് ഷെൽസും പിന്നെ മറ്റേ മരത്തിലേക്ക് ഇരിക്കുന്ന ചില കഷ്ണങ്ങളൊക്കെ ഒട്ടിച്ചിട്ടാണ് ഇതെല്ലാം ഒക്കെ ആക്കിയിരിക്കുന്നത്. പിന്നെ ഒരു തുണി ജസ്റ്റ് വൈറ്റ് സിമെൻറ്റിൽ മുക്കിയിട്ട്
നമുക്ക് ഏകദേശം ഒരു വെള്ളം ഇരിക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് അങ്ങനെ വെക്കുക ചെയ്തത്. അതിനുശേഷം നമ്മളൊരു LED യൂസ് ചെയ്തിട്ട് ഹോൾസ് അടിച്ചിട്ട് ഒരു ട്രൈ കളർ LED 3 കളർ മിന്നി വരുന്ന LED ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ഈ കമ്പിയുടെ അടിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കമ്പി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഈ മീനിനെ ഇതുപോലെയാണ് കൊളുത്താൻ ഉദ്ദേശിക്കുന്നത്. മേൽഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ മീനിൻ്റെ ഉള്ളിലേക്കൂടെ എടുത്ത് നമ്മൾ സ്റ്റാപ്ലർ അടിച്ച് കെട്ടി വെച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ആ കമ്പി ഒന്നും കൂടെ ഒന്ന് അമർത്തി വെക്കുക. പ്ലെയർ കൊണ്ട് പറ്റിയെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതുപോലെ അമർത്തി വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തന്നെ അമർത്തി വെച്ചുമ്പോൾ ഇതങ്ങനെ സിമ്പിളായിട്ടിരിക്കും. ഒട്ടിക്കാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് വേറെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നോക്കാം. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് കാണാത്ത രീതിയിൽ ഒട്ടിക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ആ കമ്പി അവിടെ മടങ്ങിയിരിക്കും, നമുക്ക് കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് വേറെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പരീക്ഷിക്കാം. പല രീതിക്ക് നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഫൈനലായിട്ട് നമുക്കിങ്ങനെ അക്വേറിയത്തിലെ എല്ലാ മീനുകളും ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ചെയ്താൽ മതി. 2 മീൻ ഇപ്പുറത്തേക്കും ഒരു 3 മീൻ ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള ബോട്ടിലിൻ്റെ അണ്ടർ പാർട്ട് മാറ്റിയതിൻ്റെ അണ്ടർ പാർട്ട് ഒരു ഫ്ലവർ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അതും നമുക്ക് ഇതുപോലെ ഒട്ടിക്കാം. ഇതുപോലത്തെ ഷെൽസൊക്കെ കിട്ടുവാണെങ്കിൽ എല്ലാം ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. കാണുമ്പോൾ ഒരു അക്വേറിയ സെറ്റപ്പ് തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് പല ഐഡിയാസിലും ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ അക്വേറിയത്തിലുള്ളൊരു ചെടി, ഞാൻ നമ്മുടെ ഒരു മൗണ്ടൻ ഡ്യൂവിൻ്റെ ഒരു കുപ്പിയില്ലേ, നമ്മുടെ രാത്രിയിൽ ഗ്ലിറ്റർ ചെയ്യുന്ന ടൈപ്പ് ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്പ്രൈറ്റിൻ്റെ കുപ്പി എടുക്കാം, ട്രാൻസ്പെറൻറ്റ് എടുക്കാം, നിങ്ങളുടെ ഒരു ഐഡിയ പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അതിങ്ങനെ ഞാൻ നേരെ സ്ട്രെയിറ്റായിട്ട് മുറിക്കുകയാണ്. ഒന്നുമില്ല, സിമ്പിളായിട്ട് നമ്മൾ അടിഭാഗം കട്ട് ചെയ്ത് മാറ്റുക, എന്നിട്ട് സ്ട്രെയിറ്റായിട്ട് മുറിച്ച് വിടുക ചെയ്യുന്നത്. ആ സ്ട്രെയിറ്റായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ അറ്റം ഭാഗം ഇതുപോലെ ഒന്ന് ഷാർപ്പാക്കി വെട്ടി കൊടുക്കുക. നമുക്കൊരു ഇതിൽ നിൽക്കുന്ന അക്വേറിയത്തിൽ വെള്ളത്തിൽ അണ്ടർ വാട്ടർ പ്ലാന്റ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ഈ കമ്പിയുടെ ഉള്ളിൽ കൂടെ ഇട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ഗ്ലൂ ഗൺ അടിച്ചിട്ട് അതിൻ്റെ ഫ്ലവർ പാഷനും എല്ലാം വെക്കുക. അതേപോലെ തന്നെ സ്പ്രൈറ്റിൻ്റെ കുപ്പിയും ഞാൻ എടുത്തിട്ടുണ്ട്. ആ സ്പ്രൈറ്റിൻ്റെ കുപ്പിയും കൊണ്ട് നമുക്ക് ഇതുപോലെ അണ്ടർ പാർട്ട് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കമ്പി കൊളുത്തി മാറ്റിയതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം. ആദ്യം ഇത് വെച്ചതിന് ശേഷം മീൻ വെച്ചാൽ മതി. ഞാൻ മീൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ ഒന്ന് കാണിച്ചെന്നാണ്. ഇനി ഇതൊന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ലൂസായി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് തിരിച്ച് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പല രീതിക്ക് നമുക്ക് ഫിക്സ് ചെയ്യാം. അരാൾഡൈറ്റ് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാം. കൺവിൻസ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം ഇതും. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പേപ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ച് അക്വേറിയത്തിനുള്ളിൽ മിസ്സായ പോർഷൻസ് ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് എത്ര പ്ലാന്റ്സ് വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ കുറേ ബോട്ടിലുകൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. കംപ്ലീറ്റ് ബോട്ടിൽസ് ഇങ്ങനെ വെട്ടിയിട്ട് നമുക്കിങ്ങനെ നിറച്ച് പ്ലാന്റ്സ് ഉള്ള രീതിയിലും ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഇൻസൈഡിലായിട്ട് മീൻ വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിത് എൻ്റെ ഐഡിയയിൽ ചെയ്തതാണ്. നിങ്ങൾക്ക് കൂടുതൽ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട്. LED പോർഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. അതിൻ്റെ ബാക്കിൽ ഒരു അഡാപ്റ്ററിൻ്റെ ഒരു സംഭവം ഞാൻ വെച്ചിട്ടുണ്ട് കാണാത്ത രീതിയിൽ. അതിലേക്ക് നമുക്കൊരു അഡാപ്റ്റർ കണക്ഷൻ കൊടുത്താൽ മാത്രം മതി. ഇനി ഇതാണിപ്പം പകലുള്ള ഫൈനൽ ഔട്ട്പുട്ട്. ഇനി നമുക്ക് രാത്രിയിലുള്ള കാണാം. ഇതാണ് നമുക്ക് നൈറ്റ് ഉള്ളൊരു വിഷൻ. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ഈ ബ്ലിങ്കിങ് LED ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. ട്രൈ കളർ LED എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും. നമുക്ക് ഒരു 5 രൂപയ്ക്ക് വരുന്നുള്ളൂ ഒരെണ്ണത്തിന്. എനിക്കിവിടെ 3 രൂപയാണ്, ചില സ്ഥലത്ത് 5 രൂപയ്ക്ക് ഉണ്ട്. അത് നമ്മളിങ്ങനെ അടിയിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഒരു 5 LED വെക്കുമ്പോഴേക്കും നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു യൂസ് ആൻഡ് ത്രോ ആയിട്ട് കിടക്കുന്ന മിനറൽ വാട്ടർ ബോട്ടിൽ കൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഓക്കെ, നല്ലൊരു ഡെക്കോറായിട്ട് മാറിയിട്ടുണ്ട് ഈ സാധനം. നമുക്കൊരു ഷോക്കേസിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നിങ്ങളിങ്ങനെ ഒരു വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ചെയ്തു എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ ചെയ്തതിൻ്റെ വീഡിയോസ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തരിക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.